നമ്മുടെ തവളക്കുട്ടൻ എങ്ങനെയുണ്ട്? കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ചില ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും ഭയങ്കര ആവേശത്തോടെയൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലും പണി കിട്ടുമ്പോഴായിരിക്കും നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു വിഷമാവുന്നത്. അതുപോലെ വിഷമമായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് സിമ്പിളൊന്നും അല്ലായിരുന്നു ഈ സംഭവം. എനിക്കിതിന് ടെക്നിക്കിൽ എന്തോ ഒരു വശപ്പശക്ക് തോന്നിയിട്ടുണ്ട്. പിൻട്രസ്റ്റ് കണ്ട് അപ്പാടെ അങ്ങ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേ പിൻട്രസ്റ്റിന് എന്താ ചേച്ചി ഉണ്ടാക്കിയത് കുറച്ചെന്തൊക്കെയോ മാറിപ്പോയോ എന്നൊരു സംശയം. അത് വെച്ച് നോക്കിയിട്ടാന്ന് തോന്നുന്നു എനിക്കും ചെറുതായിട്ട് പണി പാളിപ്പോയി. അപ്പം നല്ലത് മാത്രം നമ്മൾ കാണിച്ചാൽ പോരല്ലോ, ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളും കാണിക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാനിതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ മുതലാണ് നമ്മുടെ പണി പാളാൻ തുടങ്ങിയത്. അത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, അപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ എന്തൊക്കെയായാലും ശരി, അതിനകത്ത് കണ്ട പോലെ ഫൈനലി ഔട്ട്പുട്ട് എനിക്ക് ഇതിനകത്ത് കിട്ടണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഒപ്പിച്ചെടുത്തു. കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് മാത്രം. കാരണം ഇതിന് ബാക്ക് സൈഡ് ഇല്ല. ഞാൻ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇതിൻ്റെ കണ്ണനങ്ങുന്നതാണ്. ബാക്ക് സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തൽക്കാലം ഇതാരും ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. പ്രശ്നമെല്ലാം പരിഹരിച്ച് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എനിക്കെന്തായാലും സാധനം ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്. മൊത്തം പാളിപ്പോയിട്ടുണ്ട്, പുറകിലെ പീസെല്ലാം ഇളകിയേ പോയി. പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ണണിങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ നിർബന്ധം വെച്ചാൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിക്കോ, ഇതാ ഏറ്റവും എളുപ്പം.